അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് നോക്കുന്നത് 2ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ ആദ്യ പാഠം നല്ല മുസ്ലിങ്ങളാവുക. ഈ പാഠവുമായി ബന്ധപ്പെട്ട വർക്കുകളും അതുപോലെ തന്നെ കേട്ടെഴുത്ത് എഴുതേണ്ട രക്ഷിതാക്കൾ മക്കളെ പഠിപ്പിക്കേണ്ടതായ വാക്കുകൾ, അതുപോലെ തന്നെ ഇതിൽ വരുന്ന ചോദ്യങ്ങൾ, ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയും ഇൻഷാ അല്ലാഹ്. ഇത് വീഡിയോയുടെ ആദ്യ പാട്ടാണ്. ശേഷമുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അത് ലഭിക്കാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാഠം 1, നല്ല മുസ്ലിങ്ങളാവുക. നല്ല മുസ്ലിങ്ങളാവുക, ഇതാണ് പാഠത്തിൻ്റെ പേര്. ഇതിൽ ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇസ്ലാം കാര്യങ്ങൾ, അതേതൊക്കെയാണ്, ആരാണ് മുസ്ലിങ്ങൾ, ഇതൊക്കെ പഠിക്കും. അപ്പോൾ നല്ല മുസ്ലിങ്ങളാവുക. നാം ആരാണെന്ന് അറിയാമോ? നാം ആരാണെന്ന് അറിയാമോ? ആരാണ്? മുസ്ലിങ്ങൾ. ആരാണ്? മുസ്ലിങ്ങൾ. നാം എല്ലാവരും മുസ്ലിങ്ങളാണ്. ആ പേര് നമുക്ക് നൽകിയത് അല്ലാഹു ആകുന്നു. ഏത് പേര്? അതെ, മുസ്ലിം എന്നുള്ള പേര് നൽകിയത് ആരാണ്? അല്ലാഹു ആണ്. അപ്പോൾ ആ പേര് നമുക്ക് നൽകിയത് അല്ലാഹു ആകുന്നു. രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കൾക്ക് വായിച്ച് കൊടുത്ത് ശീലിപ്പിക്കണം. കാരണം 1ാം ക്ലാസ്സിൽ നിന്ന് കൂട്ടി വായന പഠിച്ചുവെങ്കിലും അതിൻ്റെ തുടർ പഠനമാണ് 2ാം ക്ലാസ്സിലുള്ളത്, അതായത് കൂട്ടി വായന. അപ്പോൾ 1ഉം 2ഉം ശ്രദ്ധിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മക്കളെ വല്ലാതെ ബുദ്ധിമുട്ടി പഠിപ്പിക്കേണ്ട ഒരവസ്ഥ വരില്ല. ആദ്യം അക്ഷരം റെഡിയാവണം 1ാം ക്ലാസ്സിൽ. 2ാം ക്ലാസ്സിൽ അത് കൂട്ടി വായിക്കാൻ പഠിക്കുന്നത്. ഇത് രണ്ടും ക്ലിയർ ആയാൽ പിന്നെ ഭാവിയെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യണ്ട, വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരില്ല. മറിച്ച് ഇത് രണ്ടും ക്ലിയർ ആവാതിരുന്നാൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് ബുദ്ധിമുട്ടാവും. പല രക്ഷിതാക്കളും അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. മക്കളേക്ക് പഠിക്കാൻ കഴിയുന്നില്ല, അവനക്ക് അക്ഷരം അറിയില്ല, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ട് പറയുന്നവരുണ്ട്. അപ്പോൾ 1ഉം 2ഉം ശ്രദ്ധിച്ചാൽ, 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ മട്ടത്തിന് അങ്ങനെ കൊണ്ടുപോവാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങളായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുക, മക്കൾക്കും തിരിയില്ല, നിങ്ങൾക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്ന് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ വായന നന്നായി വായിപ്പിക്കുക. വായിപ്പിക്കുമ്പോൾ മക്കൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഉദാഹരണത്തിന് നാം ആരാണെന്ന് അറിയാമോ, ഇതവർ കേട്ട് പഠിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ കൈ ഇവിടേക്കരം വെക്കുക, എന്നിട്ട് പറയും ചെയ്യും നാം ആരാണെന്ന് അറിയാമോ. അവരാ കേട്ടത് അങ്ങനെ പഠിക്കുകയാണ്. മറിച്ച് എന്തല്ല, അക്ഷരങ്ങൾ അതാണെന്ന് മനസ്സിലാക്കിയിട്ടല്ല അവർ വായിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ വായിപ്പിക്കണം. ഉദാഹരണത്തിന് ഇത് മാത്രം വായിപ്പിക്കുക. ഒരു പെൻസിൽ എടുത്തിട്ട് ഇതുപോലെ വട്ടം വരച്ചിട്ട് ഇതെന്താ വായിക്കുക, ഇതിൻ്റെ അടിയിൽ വരച്ചിട്ട് ഇതെന്താ വായിക്കുക, അത് മാത്രം വായിപ്പിച്ച് പഠിക്കുക. ഓരോ വാക്കുകൾ പ്രത്യേകം വായിപ്പിക്കുക. അപ്പോൾ ഈ വായിക്കുന്ന ഭാഗങ്ങളൊക്കെ നന്നായി ഓരോട്ടും വായിപ്പിച്ച് പഠിപ്പിക്കുക. പിന്നെ അതിൽ കേട്ടെഴുത്ത് എടുത്ത് എഴുതിപ്പിക്കണം. അത് ഞാൻ ഇൻഷാ അല്ലാഹ് വീഡിയോയിൽ പറയും. അപ്പോൾ ആ പേര് നമുക്ക് നൽകിയത് ആരാണ്? അല്ലാഹു ആകുന്നു. നാം നല്ല മുസ്ലിങ്ങൾ ആവണം.
നമ്മളെന്ത് ചെയ്യരുത് അറിയോ? കൂട്ടി വായിച്ചു കൊടുക്കുമ്പോൾ നാം നല്ല മുസ്ലിങ്ങളാവണം അങ്ങനെ എന്ത് ചെയ്യരുത്, വായിച്ചു കൊടുക്കരുത്. മുസ്ലിങ്ങൾ ആവണം അങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. മുസ്ലിങ്ങളാവണം അങ്ങനെ എന്ത് ചെയ്യരുത്, പഠിപ്പിക്കരുത്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ അലിഫ് പോവും. മുസ്ലിങ്ങൾ ആവണം. അതിന് ഇവിടെ ശ്രദ്ധ ഉണ്ട് കേട്ടോ. അതിന് ഇസ്ലാം കാര്യങ്ങൾ നാം അറിയണം. നല്ല മുസ്ലിങ്ങളാവണമെങ്കിൽ അതിന് ഇസ്ലാം കാര്യങ്ങൾ നാം അറിയണം. ഇസ്ലാം കാര്യം 5 എന്നുള്ള പാട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഇസ്ലാം കാര്യങ്ങൾ 5 ഉണ്ട്. ആ 5 പഠിച്ചാലേ നല്ല മുസ്ലിങ്ങളാവുള്ളൂ. അതിന് ഇസ്ലാം കാര്യങ്ങൾ നാം അറിയണം. അറിഞ്ഞാൽ മാത്രം പോരാ, പ്രവർത്തിക്കുകയും വേണം. അറിഞ്ഞാൽ മാത്രം പോരാ, അതനുസരിച്ച് പ്രവർത്തിക്കണം. ഇസ്ലാം കാര്യങ്ങൾ 5 ഉണ്ട്. ആ 5 എന്ത് ചെയ്യണം? മനസ്സറിഞ്ഞ് പ്രവർത്തിക്കണം. അപ്പോൾ ഈ പറയപ്പെട്ട വരികളൊക്കെ ആദ്യ ദിവസമോ അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ ഇത് പഠിപ്പിക്കുക. തുടർച്ചയാക്കരുത്. അതായത് ഇന്നും ഇതന്നെയാണ്, നാളെയും ഇതന്നെയാണ്, അങ്ങനെ ആക്കരുത്. മറിച്ച് ഇടവിട്ട് പഠിപ്പിക്കുക. അപ്പോൾ ഇന്ന് ഫിഖ് ആണെങ്കിൽ നാളെ അഖീദ, പിന്നെ പിറ്റേ ദിവസം ഫിഖ്, അങ്ങനെ മറിച്ച് പഠിപ്പിക്കുക. പിന്നെ അതുപോലെ ഇതിൽ എഴുതി പഠിപ്പിക്കേണ്ട വാക്കുകളാണ്. 1 മുസ്ലിങ്ങൾ, 1. പിന്നെ അതുപോലെ പേര്, ആന്ന് വേണ്ട, പേര്. അതുപോലെ ഇസ്ലാം കാര്യങ്ങൾ. അതുപോലെ അറിയണം. അതുപോലെ അറിഞ്ഞാൽ. പ്രവർത്തിക്കുകയും വേണമെന്നും പറയാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ പ്രവർത്തിക്കുക, ഇത്ര മാത്രം മതിയാവും. പ്രവർത്തിക്കുക. ഈ പറയപ്പെട്ട വാക്കുകൾ എന്ത് ചെയ്യുക? കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുക. ഇവിടെ തെറ്റ് വരുന്ന ഭാഗങ്ങൾ ഒരു ഇമ്പോസിഷനോ അല്ലെങ്കിൽ ഒരു 5 വട്ടോ 10 വട്ടോ എഴുതാൻ കൊടുക്കുക. അവർ നന്നായി എഴുതി പഠിക്കണം. ഈ 2ാം ക്ലാസ്സിൻ്റെ സമയത്ത് നന്നായി എന്ത് ചെയ്യണം? വായിച്ചും എഴുതിയൊക്കെ പഠിപ്പിക്കണം. എന്നാൽ പിന്നെ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരില്ല. ആ കാര്യം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ ബാക്കി അടുത്ത വീഡിയോയിൽ, അതായത് ഈ പാഠത്തിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.